بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്തു യാസീൻ്റെ തഫ്സീറാണ് തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തു യാസീൻ മക്കിയായ സൂറത്താണ്. ഖുർആനിലെ സൂറത്തുകൾ രണ്ട് രീതിയിലാണ്, മക്കി അതുപോലെ തന്നെ മദനി. മക്കിയായ സൂറത്ത് എന്നാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13-ാമത്തെ വർഷമാണ്, നുബുവത്തിൻ്റെ 13-ാമത്തെ വർഷമാണ് ഹിജറ പോകുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്ക്. ആ ഹിജറക്ക് മുമ്പുള്ളത് മക്കിയായ സൂറത്തും ഹിജ്റയ്ക്ക് ശേഷമുള്ളത് മദനിയായ സൂറത്തുമാണ്. ചിലപ്പോൾ മക്കിയായ സൂറത്തിൽ മദനിയായ ആയത്തുകളുണ്ടാവും, മദനിയായ സൂറത്തിൽ മക്കിയായ ആയത്തുകളും ഉണ്ടാകും. അതാണ് ഏറ്റവും നല്ല വിശദീകരണം. പല രീതിയിലും അതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഹിജ്റയ്ക്ക് മുമ്പും ഹിജ്റയ്ക്ക് ശേഷവും എന്ന് വേർതിരിക്കലാണ്. ഇപ്പോൾ സൂറത്ത് യാസീൻ മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്തിൻ്റെ പ്രത്യേകത, അതിൽ ചർച്ചാ വിഷയം അഖീദയാണ്, തൗഹീദാണ്. തൗഹീദ്, ആഖിറം, ഖബർ, ബർസഖ്, യൗമുൽ ഖിയാമ, ഇതാണ് മക്കിയായ സൂറത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ. അതിലുപരി അതിലത്തെ വാക്കുകൾ കട്ടിയുള്ള വാക്കുകളായിരിക്കും. കാരണം അത് അഭിസംബോധന ചെയ്യുന്നത് നിഷേധിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ്, തർക്കിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആ ഖുർആൻ്റെ ആയാത്തുകൾ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്തുകളുടെ വാക്കുകൾ കട്ടിയുള്ള വാക്കുകളായിരിക്കും, പ്രാസൊപ്പിച്ചുള്ള വാക്കുകളായിരിക്കും. എന്തിന്? മക്കത്തെ മുശ്രിക്കീങ്ങളുടെ അവരുടെ സാഹിത്യത്തിലെ സാമ്രാട്ടുകൾ അവർക്ക് എതിരിടാൻ മാത്രം പോകുന്ന രീതിയിലുള്ള സാഹിത്യം ഉണ്ടാവും, അതിൻ്റെ വാക്കുകൾ ഒപ്പിച്ചായിരിക്കും. അത് മക്കിയായ സൂറത്തിൻ്റെ പ്രത്യേകതകളാണ്. മദനിയായ സൂറത്തുകൾ അവതരിച്ചത് ഹിജ്റയ്ക്ക് ശേഷം മദീനയിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ അഭിസംബോധന ചെയ്യുന്നത് മുഅ്മിനീങ്ങളെയാണ്, ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കും. അതിൽ മുഅ്മിനീങ്ങൾക്കുള്ള നിയമനിർദ്ദേശങ്ങളായിരിക്കും, നിയമങ്ങളായിരിക്കും. ഭരണം, രാഷ്ട്രീയ നിയമങ്ങൾ, സാമ്പത്തിക നിയമങ്ങൾ, കുടുംബപരമായ നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ഇതാണ് മദനിയായ സൂറത്തിലുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ അതിലുള്ള ഭാഷ സരളമായിരിക്കും, ഏതൊരു മുഅ്മിനും ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയായിരിക്കും. അതിലെന്തുണ്ടാവില്ല? തെളിവുകൾ സ്ഥാപിക്കലുണ്ടാവില്ല, എതിരിടുന്ന ഒരാളെ പരാജയപ്പെടുത്താൻ മാത്രം രീതിയിലുള്ള തെളിവുകൾ എറിയുക, അങ്ങനത്തെ ഒന്നും വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, മദനിയായ സൂറത്തുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ സൂറത്ത് യാസീൻ മക്കിയാണ്. അപ്പം സൂറത്ത് യാസീനുള്ള വിഷയങ്ങളും ആ രീതിയിലുള്ള വിഷയങ്ങളായിരിക്കും. അതുപോലെ തന്നെ സബുഉൽ മസാനി അതിൽപ്പെട്ട വിഭാഗം സൂറത്താണ് സൂറത്ത് യാസീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅ്തീതു മകാനത്ത് തൗറാത്തി അസ്സബ്ഉ തിവാൽ. ഖുർആനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗിച്ചു. തൗറാത്തിന് പകരമായിട്ട് അള്ളാഹു എനിക്ക് നൽകിയ സൂറത്തുകളാണ് സബ്ഉ തിവാൽ. അപ്പോൾ ഖുർആൻ്റെ ഒരു ഭാഗമാണെന്ത്? സബ്ഉ തിവാൽ. തൗറാത്തിലുള്ളത് എന്താണ്? നിയമങ്ങളാണ്. അപ്പോൾ ഈ സബ്ഉ തിവാൽ സൂറത്തുൽ ബഖറ മുതൽ സൂറത്ത് തൗബ വരെ ആദ്യത്തെ ഭാഗങ്ങൾ വലിയ വലിയ സൂറത്തുകളുണ്ടല്ലോ, വലിയ വലിയ ദീർഘമായ സൂറത്തുകൾ. ബഖറ, ആലിംറാൻ, നിസാ, മായിദ, അതുപോലത്തെ അൻആം, അഅറാഫ്, തൗബ, അൻഫാൽ.
മറ്റു വേറൊരു വിഭാഗം അൻഫാൽ, തൗബ ഒന്നാക്കി, പിന്നെ സൂറത്ത് യൂനുസ്. ഇതാണ് സബഉ തിവാൽ. ഈ ആയത്തുകൾ എന്താണ്? ദീർഘമായ ആയത്തുകളായിരിക്കും. അപ്പോൾ തൗറാത്തിൻ്റെ പകരമായിട്ടാണ് സബഉ തിവാൽ എനിക്ക് നൽകപ്പെട്ടത്. രണ്ടാമത്തേത് വഉതീതു മകാന സബൂരി അൽ മീഇയീൻ. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയ ഗ്രന്ഥമാണ്. ആ സബൂറിന് പകരമായിട്ടാണ് എനിക്ക് അൽ മീഇയീൻ നൽകപ്പെട്ടത്. മീഇയീൻ എന്ന് പറഞ്ഞാൽ 100-ൽ കൂടുതൽ ആയത്തുകളുള്ള സൂറത്തുകൾ. സൂറത്തുൽ കഹ്ഫിൻ്റെ ശേഷം, സൂറത്ത് കഹ്ഫ്, അതിനുശേഷമുള്ള തൊട്ടടുത്തുള്ള കുറച്ച് സൂറത്തുകളാണ് അൽ മീഇയീൻ. അപ്പോൾ 2 ഭാഗങ്ങളായി. സൂറത്ത് ഖുർആനെ 2 ഭാഗങ്ങളാക്കി. മൂന്നാമത്തത് വഉതീതു മകാനൽ ഇൻജീലി അൽ മസാനി. ഇൻജീലിൻ്റെ പകരമായിട്ടാണ് എനിക്ക് അൽ മസാനി നൽകപ്പെട്ടത്. മസാനി എന്ന് പറഞ്ഞാൽ സബഉ തിവാലും അതുപോലെ തന്നെ മീഇയീനുമല്ലാത്ത സൂറത്തുകൾ, മുഫസ്സലായ ചെറിയ സൂറത്തുകളല്ലാത്ത സൂറത്തുകൾ. അതാണ് സൂറത്ത് യാസീനൊക്കെ അതിൽപ്പെട്ടതാണ്. 100-ൽ കൂടുതൽ ആയത്തുകളില്ല, എന്നാൽ പറ്റ ചെറുതുമല്ല. അതാണ് അൽ മസാനി, മൂന്നാമത്തെ വിഭാഗം. നാലാമത്തത് അൽ മുഫസ്സൽ, ചെറിയ സൂറത്തുകൾ. സൂറത്ത് ഖാഫ് മുതൽ താഴോട്ട് നാസ് വരെ, അല്ലെങ്കിൽ സൂറത്തുൽ ഹുജറാത്ത് മുതൽ നാസ് വരെ. അങ്ങനെ ഖുർആനെ 4ആയി ഭാഗിച്ചു. അതിൽ മൂന്നാമത്തെ വിഭാഗം അൽ മസാനി, അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീൻ. നമ്മൾ മനസ്സിലാക്കണത് സൂറത്ത് ഖുർആൻ്റെ 4 വിഭാഗങ്ങൾ. രണ്ടാമത്തെ വിഷയം, സൂറത്ത് യാസീൻ ഓരോ സൂറത്തിനും, ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും ഓരോന്നിൻ്റെതായ ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകളുണ്ട്. മൊത്തത്തിൽ ഖുർആനെ അല്ലാതെ ഓരോ സൂറത്തുകൾക്കും ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകളുണ്ട്, ഫളായിലുകൾ പറയുന്ന ഹദീസുകളുണ്ട്. സൂറത്ത് യാസീൻ്റെ വിഷയത്തിൽ ഒറ്റൊരു ഹദീസാണ് സഹീഹായി വന്നിട്ടുള്ളത്. കുറേ ഹദീസുകളുണ്ട്, മൗദൂആയതുണ്ട്, ലഈഫായതുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ ഹദീസാണ് സഹീഹായി വന്നിട്ടുള്ളത്, നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു ഹദീസ്. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആംശിച്ചുകൊണ്ട് ഒരു രാത്രി സൂറത്ത് യാസീൻ ഓതിയാൽ ഗഫറ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും. ഈ ഒരു ഹദീസ് സഹീഹായി വന്ന ഹദീസാണ്. സൂറത്ത് യാസീൻ്റെ വിഷയത്തിൽ മറ്റെന്ത് ഹദീസ് വന്നാൽ അതൊക്കെ എന്താണ്? ലൈഫാണ്, തെളിവിന് ഉദ്ധരിക്കാൻ പറ്റാത്ത, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകൾ, മൗദൂആയ ഹദീസുകൾ വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീൻ. എന്താണ്? മലക്കുകൾ ഓതി, അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് മലക്കുകൾ സൂറത്ത് യാസീൻ കേട്ടു. അതുപോലെ തന്നെ ഖുർആൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. അതൊക്കെ ലൈഫായ ഹദീസുകളാണ്. പിന്നൊരു ഹദീസ് ഉള്ളത് ഇഖ്റഉ മൗതാക്കും അലാ മൗതാക്കും യാസീൻ. നിങ്ങളിൽ മരണം ആസന്നമായവർക്ക് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ള ഹദീസാണ്. ആ ഹദീസിനെ ചില പണ്ഡിതന്മാർ ലൈഫാക്കിയിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ അത് ഹസൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹസൻ എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരെടുക്കൽ മരണം ആസന്നമാർക്ക് മുമ്പിൽ സൂറത്ത് യാസീൻ ഓതൽ മുസ്തഹബാണ്. അത് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും എന്ത് ചെയ്യാം, ഓതാമെന്ന്, മുസ്തഹബാണെന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. മരണത്തിന് ശേഷമല്ല, മരണത്തിൻ്റെ മുമ്പാണ്. കാരണം സൂറത്ത് യാസീൻ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിലുള്ള വിഷയങ്ങളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഹദീസാണ് സഹിയായി വന്നിട്ടുള്ളത്. മറ്റെന്ത് ഹദീസും കേട്ടാണെങ്കിൽ മനസ്സിലാക്കുന്നത് അത് ലൈഫാണ്, സ്ഥിരപ്പെടാത്തതാണ്. അടുത്ത വിഷയം, സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് 3 വിഷയങ്ങളാണ്. മൊത്തത്തിൽ 3 വിഷയങ്ങൾ. ഒന്ന് പുനരുദ്ധാരണം, ബഅത്ത്, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം, അവിടുന്ന് അങ്ങോട്ട് ഹിസാബ്, സിറാത്ത്, മീസാൻ, ആ വക കാര്യങ്ങൾ സ്ഥാപിക്കുക, അതിന് തെളിവുകൾ പറയുക. ഈ മരണത്തിന് ശേഷം, എല്ലാം നശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രണ്ടാമത് ജീവിപ്പിക്കും എന്ന് സ്ഥാപിക്കുന്ന കുറേ തെളിവുകളും അതിൻ്റെ ആയത്തുകളും. അതാണ് ഒരു വിഷയം. രണ്ടാമത്തത് അതുമായി ബന്ധപ്പെട്ട തന്നെ അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ കഥകൾ.
അതും എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് ജീവിപ്പിക്കുമെന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ, ഒരു നാട്ടുകാരുടെ ചില സംഭവങ്ങൾ പറയും. അതാണ് രണ്ട് വിഷയങ്ങൾ. മൂന്നാമത്തെ വിഷയം തൗഹീദാണ്. അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിക്കുക, അതിൻ്റെ തെളിവുകൾ സ്ഥാപിക്കുക, എന്തുകൊണ്ട് അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, അതിൻ്റെ തെളിവുകൾ സ്ഥാപിക്കുക. അങ്ങനെയുള്ള 3 വിഷയങ്ങളാണ് സൂറത്ത് യാസീൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മൊത്തം സൂറത്ത് യാസീൻ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ 3 കാര്യങ്ങളാണ് കിട്ടുക. ഇതാണ് സൂറത്ത് യാസീൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ആദ്യം ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. 5 ആയത്തുകൾ. ഒന്നാമത്തെ ആയത്താണ് എന്ത്? യാസീൻ. യാസീൻ എങ്ങനെ ഓതേണ്ടത്? യാ അധികം നീട്ടേണ്ട ആവശ്യമില്ല. സീൻ എന്ത് ചെയ്യണം? ആരർക്കത്ത് നീട്ടണം. യാസീൻ അങ്ങനെ ഓതേണ്ടത്. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് പറയുക. ഖുറാൻ്റെ കുറേ ആയത്തുകൾ, കുറേ സൂറത്തുകൾ ആരംഭിക്കുന്നത് അറബിയിലുള്ള ഇങ്ങനെയുള്ള വെറും വാക്കുകൾ വെച്ചുകൊണ്ടാണ്. അലിഫ്ലാം, അലിഫ്ലാം മീം റ, അലിഫ്ലാം മീം സ്വാദ്, സ്വാദ് നൂൻ, ഖാഫ് കാഫ് ഹ യാ ഐൻ താഹ, അങ്ങനെ ചില അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ് ഖുർആനിലെ ചില സൂറത്തുകൾ ആരംഭിക്കുന്നത്. അതിൻ്റെ പേരാണ് അൽ ഹുറൂഫുൽ മുഖത്തഅ. സഹീഹായ രീതിയിലുള്ള തഫ്സീർ പ്രകാരം ആ വാക്കുകൾക്ക് എന്തില്ല? നമുക്കറിയുന്ന അർത്ഥം ഇല്ല. അല്ലാഹു അഅലം. അള്ളാഹുവിന് അതിൻ്റെ അർത്ഥം അറിയുള്ളൂ. വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാസീൻ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരല്ല. യാസീൻ എന്നുള്ളത് റസൂലിൻ്റെ പേരല്ല, അത് വെറും ഹുറൂഫുൽ മുഖത്തയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പേരാണുള്ളത്? 5ഓളം പേരുകളാണ് പറയപ്പെട്ടിട്ടുള്ളത്. അഹ്മദ്, മുഹമ്മദ്, അനൽ മാഹി, അനൽ ഹാഷിർ, അങ്ങനെ കുറച്ച് പേരുകൾ സഹീഹ ഹദീത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. യാസീൻ എന്തല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി സ്ഥിരപ്പെട്ടിട്ടില്ല. അത് വെറും ഹുറൂഫ് അക്ഷരങ്ങൾ മാത്രമാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹു അഅലം. രണ്ടാമത്തേത് വൽ ഖുർആനിൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് പറയാം. അഥവാ ഈ ആയത്ത് മക്കത്തെ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ സംശയിച്ചു. അവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്ത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന വിഷയം അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് അബദ്ധം അതാണ്. കുറേ അബദ്ധങ്ങളിൽ ഒന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ റസൂലായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹുദൈബിയ സന്ധി, സുഹൈൽ ബിൻ അംറാണ് ശത്രുപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചു. ഖതീബ് ഖുറൈശികളുടെ ഖതീബാണ്, പ്രാസംഗികനാണ്. അങ്ങനെ സന്ധി എഴുതാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറഞ്ഞു. മിൻ മുഹമ്മദിൻ റസൂലില്ലാ. കണ്ടപ്പോൾ സുഹൈൽ ചോദിച്ചു, മുഹമ്മദെ നീ റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ചൻ്റെ ആവശ്യമില്ല, ഇവിടെ മായ്ക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലില്ല എന്ന വാക്ക് മായ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതി. ആ സംഭവത്തിൽ നിന്നും ആ ഹദീസിൽ നിന്നും വേറൊരു കാര്യം നമുക്ക് കിട്ടും. എന്ത്? 2 പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വന്നാൽ, 2 പ്രശ്നങ്ങൾ വന്നാൽ അതിൽ ചെറിയ പ്രശ്നം എന്ത് ചെയ്യാം? ചെയ്തിട്ട് വലുതിനെ തടയാം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, റിസാലത്തിൻ്റെ പേര് അത് മായ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? അതിന് ശേഷം വരുന്ന വലിയൊരു മസ്ലഹത്ത്, വലിയൊരു നന്മ മുന്നിൽ കണ്ട് ആ ചെറിയ കാര്യം എന്ത് ചെയ്തു? റസൂൽ മാറ്റിവെച്ചു.
ആ റസൂലില്ല എന്ന പേരെന്ത് ചെയ്തു, മാറ്റി വെച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ തീരുമാനിച്ചു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുനാഫിഖീങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ സമയം, ബനുൽ മുസ്തലഖ് യുദ്ധം, ആ യുദ്ധത്തിൻ്റെ സമയം ഒരു വെള്ളത്തിൻ്റെ ഒരു കിണർ, ആ കിണറിൻ്റെ അടുത്ത് വെച്ച് ഒരു മുഹാജിറായ സഹാബിയും അൻസാരിയായ സഹാബിയും തമ്മിൽ എന്ത് ചെയ്തു, ചെറിയൊരു തർക്കം. അങ്ങനെ അവർ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു മുഹാജിറായ സഹാബി അൻസാരിയായ സഹാബിക്ക് എന്ത് ചെയ്തു, ചന്തിയിലൊരു കുത്തുകൊടുത്തു കുന്നം കൊണ്ട്. അപ്പോൾ അൻസാരിയായ സഹാബി അൻസാറുകൾ സഹായത്തിന് വിളിച്ചു, യാ അൽ അൻസാർ. അപ്പോൾ മുഹാജിറായ സഹാബി എന്ത് ചെയ്തു, മുഹാജിരിങ്ങളെ സഹായത്തിന് വിളിച്ചു. അഥവാ ജാഹിലിയത്തിലെ ആ സ്വഭാവം, രണ്ട് സഹാബാക്കൾ രണ്ട് ചേരി തിരിഞ്ഞ് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു വലിയ രണ്ട് സന്നാഹമായി, രണ്ട് സൈന്യമായി തിരിഞ്ഞു. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ ദേഷ്യം വന്നു. റസൂൽ അടുക്കൽ വിവരെത്തി. റസൂൽ എന്താണ് ജാഹിലിയത്തിലെ പോലെ പെരുമാറുന്നത്? ഈ ഒരു സംഭവം ബനുൽ മുസ്തലഖ് യുദ്ധം മദീനയുടെ അടുത്ത് വെച്ചിട്ടാണ്. ചെറിയ ശത്രുപക്ഷം ചെറിയ സൈന്യമാണ്. അതുകൊണ്ട് തന്നെ മുനാഫിഖീങ്ങൾ കുറേ ആൾക്കാർ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. കാരണം മുനാഫിഖീങ്ങൾ യുദ്ധത്തിൽ തന്ത്രം നോക്കും. ആരുടെ പക്ഷത്താണോ വിജയത്തിന് സാധ്യത, മുസ്ലിങ്ങളുടെ പക്ഷത്തിന് സാധ്യതയുണ്ടെങ്കിൽ മുനാഫിഖീങ്ങൾ സഹാബാക്കളുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടും. എന്തുകൊണ്ട്? ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട്. കാരണം ഗനീമത്ത് സ്വത്ത് കിട്ടും. അപ്പം ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ കുറേ മുനാഫിഖീങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്തിട്ട് എന്ത് ചെയ്തു, അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ അവർ മുഹാജിറുകൾ അങ്ങനെ പറഞ്ഞു, നമ്മളെല്ലാം അഭയം കൊടുത്ത് ക്ഷണിച്ച് വരുത്തിയിട്ട് ഇപ്പോൾ നമുക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയോ, മദീനയിലെത്തിയാൽ റസൂലിനെയും മുഹാജിരികളെ നമ്മളെന്ത് ചെയ്യും, അവിടെ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. ആ അവസരം മുതലെടുത്തു മുനാഫിക്കീങ്ങൾ. വിഷയം റസൂലിനെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഉപദേശിച്ചു, അത് ജാഹിലിയത്തിലെ സമ്പ്രദായമാണ്, നിങ്ങൾ ഒഴിവാക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ഇതാണ്ടിപ്പം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ആ മുനാഫിഖീനെ എനിക്ക് വിട്ടത്, അവൻ്റെ പിരടി ഞാൻ വെട്ടാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുഹമ്മദ് അവൻ്റെ സഹാബാക്കളെ കൊല്ലുന്നു എന്ന് പിൽക്കാലക്കാർ പറയും. ആ ഫിത്നയെ അല്ലാഹുവിൻ്റെ റസൂൽ പേടിച്ചു. ഇസ്ലാമിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. ആ ഫിത്നയെ അല്ലാഹുവിൻ്റെ റസൂൽ പേടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, മുനാഫിഖീങ്ങളെ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഹദീസ് നമുക്ക് എന്ത് കിട്ടി? രണ്ട് പ്രശ്നങ്ങൾ വന്നാൽ വലുതിനെ തടയാൻ വേണ്ടിയിട്ട് ആ ചെറുത് എന്ത് ചെയ്യാം, ചെയ്യാം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖീങ്ങളെ കൊല്ലാനേ ഉള്ളൂ. ആ കൊല്ലാതെ ഇങ്ങനെ പിടിച്ചു നിന്നതുകൊണ്ടാണ് ആ കൊന്നതിൻ്റെ പേരിൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഈ ഉമ്മത്ത് നേരിടാനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് തുടങ്ങാൻ മുശ്രിക്കുകൾ എന്ത് ചെയ്തു, ഇങ്ങനെ റസൂലിൻ്റെ റിസാലത്തിൽ സംശയിക്കുമ്പം അള്ളാഹിൻ്റെ റസൂലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറയുന്ന വാക്കാണ് വൽ ഖുർആനിൽ ഹക്കീം. വളരെ വ്യക്തമായ ഖുർആൻ തന്നെയാണ് സത്യം. സത്യം ചെയ്ത് പറയണം. അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്ത് ചെയ്യും, സത്യം ചെയ്ത് പറയും. എന്തിന്? ശേഷമുള്ള കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വൽ ഖുർആനിൽ ഹക്കീം, വളരെ വ്യക്തമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഇന്നക തീർച്ചയായും താങ്കൾ, അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെട്ട ആൾ തന്നെയാണ്. നിങ്ങൾ സംശയിക്കണ്ട. അവരിങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോൾ, നിങ്ങളുടെ ന്യൂനതകൾ പറയുമ്പോൾ, നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങളുടെ റിസാലത്തിൻ്റെ വിഷയത്തിൽ സംശയിക്കണം. നിങ്ങൾ ഉറപ്പിച്ച് നിന്നോ. കാരണം എന്താ? ഇന്നക ലമിനൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളിൽ പെട്ട ആൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സമാധാനിപ്പിക്കാൻ മാത്രവുമല്ല, നിങ്ങൾ റസൂൽ തന്നെയാണ്. അടുത്ത വാക്ക് അലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ് പ്രവാചകരെ. ചില ആൾക്കാരുണ്ടാവുമല്ലോ, ഹക്കിനെ ഉൾക്കൊണ്ടു, പക്ഷെ അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ, ഓരോ ആക്ഷേപങ്ങൾ ഉതിർക്കാണ്. അപ്പം അത് കേൾക്കുമ്പം ഞാൻ ഈ പിടിച്ചത് ഹക്ക് തന്നെയാണോ എന്നൊരു സംശയം. എല്ലാ ആൾക്കാരും അപ്പുറം, നാട്ടുകാർ മുഴുവൻ അപ്പുറം, നാട്ടുകാർ മുഴുവനും ഇതിനെതിര്. അപ്പോൾ ഇതെന്തിനോ കേടാണോ, ഇത് തെറ്റാണോ എന്നൊരു സംശയം.
അതില്ലാതിരിക്കാൻ റസൂലിനെ ഉറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ നേരായ പാതയിൽ തന്നെയാണ് പ്രവാചകരെ. സിറാത്തുൽ മുസ്തഖീം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ആ സിറാത്തുൽ മുസ്തഖീമിലായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. ആ സിറാത്തുൽ മുസ്തഖീമാണ് നാം എന്ത് ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ആരുടെ മാർഗമാണത്? അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ നിഅമത്ത് ചെയ്തൊരു വിഭാഗം ആൾക്കാരുടെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത ആർക്കാണ്? അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂല്, സഹാബാക്കൾ, സാലിഹീങ്ങൾ, അപ്പോൾ അവരൊക്കെ സഞ്ചരിച്ച മാർഗം. അപ്പോൾ നമ്മൾ വിജയിക്കാൻ എന്ത് ചെയ്യണം? ആ മാർഗത്തിൽ ചെല്ലണം. അപ്പോൾ ആ ഒരു മാർഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം. അതാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരായ മാർഗം. അള്ളാഹിൻ്റെ റസൂല് ആ മാർഗത്തിലായിരുന്നു. അപ്പോൾ നമ്മളിനി വിജയിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പോയ സ്വർഗം, സഹാബാക്കൾ പോയ സ്വർഗം, ആ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സിറാത്തുൽ മുസ്തഖീമിലാണോ ആ മാർഗത്തിൽ നമ്മൾ ചേരണം. വേറൊരു മാർഗം ഇല്ല, വിജയത്തിലേക്ക് വേറൊരു മാർഗമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൻ നസാറ അലാ 72 മില്ല വഫ്തറഖത്തിൽ യഹൂദു അലാ 71 മില്ല. നസ്രാണികൾ 71 വിഭാഗം, യഹൂദികൾ 72 വിഭാഗമായി തിരിഞ്ഞു. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ്. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായിട്ട് അവർ തിരിയും. കുറേ വിഭാഗങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇന്ന് കുറേ കക്ഷികളുണ്ട്, കുറേ വിഭാഗങ്ങളുണ്ട്. അതിലേതാണ് ശരി, ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ എത്തിക്കുന്ന ടീം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞു, എല്ലാവരും നരകത്തിലാണ് ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴിച്ച്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സമൂഹം, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. ആ 73-ൽ 72 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണ്. ആ ഒന്നേതാ? സ്വർഗത്തിലേക്ക് പോകുന്ന ഒന്നേതാ? ആ സിറാത്തുൽ മുസ്തഖീമിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീമിലാണ്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിലുള്ളവരാണ് സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി ലൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാട് നിലകൊള്ളുന്നവരാണ് ആ ഒരു വിഭാഗം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? സിറാത്തുൽ മുസ്തഖീമിലാണ്. അതിൻ്റെ കൂടെ റസൂൽ ആരെയും കൂടി ചേർത്തു? സഹാബാക്കളെയും കൂടി ചേർത്തു, അല്ലേ? ഖുർആനിൽ അല്ലാഹ് പറയാണ്, റസൂലെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗത്തിലാണ്. അഥവാ സഹാബാക്കളെയും റസൂൽ എന്ത് ചെയ്തു? സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ആ മാർഗത്തിൽ എത്താൻ എതിരെ പോകണം? സഹാബാക്കളുടെ മാത്രം എത്താൻ കഴിയുള്ളൂ. അതോടെ മനസ്സിലാക്കേണ്ടത്. അപ്പം വിജയിക്കാനുള്ള മാർഗം ഏതാണ്? സൂറത്ത് യാസീൻ അള്ളാഹു പ്രഖ്യാപിച്ചതുപോലെ സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താനുള്ള മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഹാബാക്കളെ പഠിപ്പിച്ചു. ആരാണ്? എൻ്റെ സഹാബാക്കളാണ്. മാ അന അലൈഹി ലൗമ വ അസ്ഹാബി. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിൽ എത്താൻ നാം സ്വീകരിക്കേണ്ടത് ആരെയാണ്? സഹാബാക്കളെ. അപ്പം പ്രിയമുള്ളവർ, നമ്മുടെ ദീൻ നമുക്ക് ഈ കിട്ടിയത് ആരിലൂടെയാണ്? സഹാബാക്കളിലൂടെയാണ്. അപ്പോൾ ആ സഹാബാക്കൾ സഞ്ചരിക്കുന്ന ഒരാളാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവർ മാത്രമേ വിജയിക്കൂ. കാരണം അവർ സഹാബത്തിലൂടെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തുന്നവരാണ്. ഇനി നമ്മുടെ ദീൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ദീന് ഓരോ വിഷയം എടുത്താലും, നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത് അമലുകളിൽ നിസ്കാരമാണല്ലോ. നിസ്കാരം എടുത്തു, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടി നിസ്കാരം ആരംഭിച്ചു. ആ നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ നിസ്കാരം എങ്ങനെ ആയിരിക്കണം? റസൂലും സഹാബാക്കളും കാണിച്ചു തന്നവരായിരിക്കണം.
നമ്മൾ നോക്കുക, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ എൻ്റെ നിസ്കാരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ വിഷയത്തിലേക്ക് എത്തുമ്പോഴും ഓരോ റുക്കുനുകൾ അല്ലേ, റുക്കൂഅ്, സുജൂദ്, ഇഅ്തിദാല്, ജുലൂസ്, അതിനിടയിൽ തശഹുദ്, അങ്ങനെ ഓരോ പ്രവർത്തനത്തിലെത്തുമ്പോഴും എൻ്റെ ഇത് ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്, അഥവാ അത് റസൂലിലേക്കും സഹാബാക്കളിലേക്കും എത്തിക്കാൻ കഴിയണം. നിസ്കാരം ഒന്നാമത്തത്. രണ്ടാമത്തത് നോമ്പ്, സകാത്ത്, ഇതൊക്കെയാണ് അമലുകൾ. ഇനി ഇവരൊന്നും കാണിച്ചു തരാത്ത കുറച്ച് അമലുകൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തത് വെച്ചിട്ട് ചെയ്താൽ എത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മളൊരു ദീനായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ കാര്യത്തിൻ്റെ പിറകിൽ അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിൻ്റെയോ ഖുർആൻ്റെയോ അടിസ്ഥാനത്തിൽ സഹാബാക്കൾ ഇത് ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ സിറാത്തുൽ മുസ്തഖീം ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. എന്തെടുത്താലും അങ്ങനെ തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാത്തൊരു നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു ഇബാദത്ത്, നബിദിനം. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരെന്തുണ്ട്, നബിദിനം വലിയ ആഘോഷമായി കൊണ്ടു നടക്കാറുണ്ട് അല്ലേ? വലിയ ആഘോഷമായി കൊണ്ടു നടക്കുന്നു. അവരതിലൂടെ ആഖിറം വിജയിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നു, അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു സാദാ സീതൊരു മുഅ്മിനിൻ്റെ വിശ്വാസം. നമ്മൾ നോക്കാം, ആ നബിദിനം സഹാബാക്കളുടെ മാർഗത്തിലുള്ളതാണോ, അവരുടെ മാതൃക നമുക്കതിലുണ്ടോ? നമ്മൾ ഖുറാൻ്റെ ആയത്ത് ഓതും അല്ലേ? നബിദിനത്തിന് തെളിവായിട്ട് ഖുറാൻ്റെ ആയത്ത് എന്താണ്? ഫബിദാലിക ഫല്യഫ്റഹു. ദാ ഖുറാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ള ആയത്ത്. ആ ആയത്താണ് നബിദിനം നടത്താനുള്ള ആൾക്കാർക്ക് തെളിവ്. നമ്മൾ നോക്കണം, എന്താ നോക്കുക? ആ ആയത്തനുസരിച്ച് ഏത് സഹാബിയാണ് നബിദിനം ആഘോഷിച്ചത്? ഇല്ല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സഹാബിയും എന്ത് ചെയ്തിട്ടില്ല? നബിദിനം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളും ആഘോഷിക്കുന്നില്ല. കാരണം എന്താ? അത് സിറാത്തുൽ മുസ്തഖീം അല്ല, അത് അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്തതാണ്. അഹ്ലുസുന്നക്ക് അത് പരിചയമില്ല. കാരണം നബിദിനം എന്നുള്ളത് എപ്പോഴും തുടങ്ങിയതാ? ഹിജറ 300 വർഷത്തിന് ശേഷം തുടങ്ങിയൊരു കാര്യമാണ്. സഹാബാക്കൾക്ക് എന്തില്ല? അത് പരിചയമില്ല. കാരണം റസൂൽ ഏതൊരു സിറാത്തുൽ മുസ്തഖീമിലാണോ അന്ന് റസൂൽ ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് അവരാണ് വിജയിച്ചവരെന്ന് പറഞ്ഞു. ആ റസൂലും സഹാബാക്കളുടെ മാതൃകയിൽ എന്തില്ല? നബിദിനം ഇല്ല. അതുകൊണ്ട് അതെന്തല്ല? അഹ്ലുസുന്നയുടെ ഇബാദത്തല്ല. അഹ്ലുസുന്നയുടെ ഇബാദത്തല്ല, അത് ദീനല്ല അത്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആരാണ് എത്തുക? അവൻ മാത്രമേ വിജയിക്കൂ, അല്ലാത്തൊരാൾ എന്തില്ല? വിജയിക്കൂല. വേറൊരു ഉദാഹരണം, ഹദ്ദാദ് റാത്തീബ്. നമ്മൾ പള്ളികൾ സാധാരണ കാണുന്നല്ലേ, ഹദ്ദാദ് ഉണ്ടാവും, റാത്തീബ് ഉണ്ടാവും. നമ്മൾ മദ്രസ പഠിച്ചിട്ടുണ്ട്, ഫിഖ് പഠിച്ചിട്ടില്ലേ? എല്ലാവരും ഫിഖ് പഠിച്ചിട്ടുണ്ട്. ഫിഖിൽ ഒന്നാമത്തെ ഇബാദത്ത് നിസ്കാരം. നിസ്കാരത്തിൻ്റെ ഷർത്തും റുക്കുനും മുബത്തിലാത്തും മുഫ്സിദാത്തും സുന്നത്തും ഫർളും എല്ലാം പഠിച്ചു. രണ്ടാമത്തത് നോമ്പ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ ഷർത്തുകൾ, റുക്കുനുകൾ, ഫർള് പഠിച്ചിട്ടില്ലേ? സുന്നത്തുകൾ. 3 സക്കാത്ത്. സക്കാത്ത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചതാണ് ഹജ്ജ്. ഇബാദത്ത് കഴിഞ്ഞ് പിന്നെ സുന്നത്തായ നോമ്പുകൾ, സുന്നത്തായ സദക്കകൾ, പിന്നെ ഹജ്ജ്, ഉംറ. എവിടെങ്കിലും ഹദ്ദാദിൻ്റെ ഷർത്തുകൾ പഠിച്ചിനാ? റാത്തീബിൻ്റെ റുക്കിനുകൾ പഠിച്ചിനാ? റാത്തീബ് ബാത്തിലാകുന്ന കാര്യം പഠിച്ചിനാ? എന്തുകൊണ്ട്? അങ്ങനത്തെ ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദീനിൽ എന്തില്ല അങ്ങനത്തെ. കാരണം സിറാത്തുൽ മുസ്തഖീമിൽ സഹാബാക്കൾ അത് നടത്തിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗത്തിലാണോ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ എന്തില്ല? ഹദ്ദാദ് റാത്തീബ് ഇല്ല. നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കണം, ഏതൊരു സഹാബിയാണ് ഹദ്ദാദ് അയച്ച സഹാബി? ഹദ്ദാദിന് ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ ചെല്ലിയ സഹാബി ആരാണ്? ഒരു സഹാബി ഉണ്ടല്ലോ, ഉസ്മാൻ, പേരെന്താ?
പേരോർമ്മയില്ല. സഹാബിയുടെ ശബ്ദം ഭയങ്കര ഒച്ചയുള്ള ശബ്ദമാണ്. അപ്പം നിങ്ങൾ റസൂലിനേക്കാൾ ശബ്ദം ഉയർത്തരുത് എന്ന് ഖുറാൻ്റെ ആയത്ത് വന്നപ്പോൾ സഹാബി എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, പേടിച്ചിട്ട്. അപ്പോൾ ആ സഹാബിയാണോ ഒച്ചത്തിൽ പറഞ്ഞത്, അല്ല ഉമർ റളിയല്ലാഹു ഒച്ചത്തിൽ പറഞ്ഞത്? നോക്കിക്കൂടെ? ഇല്ല, അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം സഹാബാക്കൾക്ക് എന്തില്ല? അത് പരിചയമില്ല. അതുകൊണ്ട് അതെന്തല്ല? സിറാത്തുൽ മുസ്തഖീം അല്ല, അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സമാധാനിപ്പിക്കണം, പ്രവാചകരെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിജയിച്ച കക്ഷികളിൽ ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് വിജയിച്ചവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മാർഗത്തിലേക്ക് സഞ്ചരിക്കണം. ആ മാർഗത്തിൽ എന്തില്ല? ഹദ്ദാദും റാത്തീബും ഇല്ല. ഏത് വിഷയം എടുത്താലും എന്താണ്? ആ രീതിയിൽ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ദീൻ, ശരിയായ ദീൻ കിട്ടും. ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ദീൻ ഏതാണോ അത് നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. ഇപ്പോൾ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് മൂന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയാണ്, അലാ സിറാത്തുൽ മുസ്തഖീം. നാലാമത്തെ ആയത്തിൽ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് അന്വേഷിക്കലും അതിനെ കണ്ടെത്തലും അതിനെ പിൻപറ്റലും എന്തിന്? വിജയിക്കാൻ, സ്വർഗത്തിലെത്താൻ. വേറൊരു ലക്ഷ്യമില്ല. അപ്പോൾ അതിനെ കണ്ടെത്തൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അതെന്ത് ചെയ്യണം? അന്വേഷിക്കണം. അത് സഹാബാക്കളുടെ മാതൃകയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ ജീവിതശേഷം കുറേ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ഏത് അഭിപ്രായത്തെ സ്വീകരിക്കണം? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ സഹാബാക്കളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം അതിലാണ് വിജയമുള്ളത്. അപ്പം പ്രിയപ്പെട്ട, നമ്മൾ ദീനായി കൊണ്ട് നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, നമ്മൾ ദീനായിട്ട് ആചരിക്കുന്ന എന്ത് വിശ്വാസപരമായ കാര്യമാണെങ്കിലും ശരി, നമ്മളെ ആചാരങ്ങൾ ഇബാദാത്തുകളാണെങ്കിലും ശരി, എന്തടിസ്ഥാനത്തിലായിരിക്കണം? സഹീഹായ ഹദീത്തിൻ്റെയോ ഖുർആൻ്റെ ആയത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കണം നാം അത് എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥ ദീൻ. എന്നാലേ നമ്മൾ വിജയിക്കൂ. എന്നാലേ എന്ത് ചെയ്യൂ? ആ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതല്ലാത്ത മറ്റെല്ലാ മാർഗങ്ങളും എന്താണ്? ലലാലത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും എൻ്റെ സഹാബാക്കളുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക. വ ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ എന്ത് ചെയ്യണം? പുതുതായി ദീനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കൂട്ടിച്ചേർക്കപ്പെട്ടത്? നമ്മൾ നേരത്തെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലേ? സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത, റസൂലിനോ സഹാബാക്കൾക്കോ പരിചയമില്ലാത്ത 2-3 ഇബാദത്തുകൾ, ഇബാദത്തല്ല ആചാരങ്ങൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പുതുതായി ദീനിലേക്ക് ചേർക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കാരണം എന്താണ്? അതെന്താണ്? ബിദഅത്താണ്. ആ ബിദഅത്തെല്ലാം ദലാലത്താണ്. ആ ദലാലത്തൊക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഇലന്നാർ, നരകത്തിലേക്കാണ്. അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സിറാത്തുൽ മുസ്തഖീമിലാണോ അള്ളാഹു റസൂലിനെ സമാധാനിപ്പിച്ചത്, ആ സിറാത്തുൽ മുസ്തഖീമിലാണ് നാം സഞ്ചരിക്കേണ്ടത്. എന്നാലേ വിജയത്തിലേക്ക് എത്തൂ. ആ ഒറ്റൊരു മാർഗമാണ് വിജയത്തിൻ്റെ മാർഗം. അതല്ലാത്ത മറ്റേത് വഴിയിലൂടെ അള്ളാഹിനെ തേടിപ്പോയാലും ദീൻ അന്വേഷിച്ച് പോയാലും പ്രിയമുള്ളവരെ നമ്മൾ പേച്ചോ, നമുക്കെന്ത് ചെയ്യില്ല? ഹക്ക് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം ഏതാണ് അഹ്ലുസുന്ന എന്ന് പഠിക്കലും മനസ്സിലാക്കലും നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അടുത്ത് തൻസീൽ അൽ അസീസിർ റഹീം. ഖുർആനെ സംബന്ധിച്ച് പറയണം. ഖുർആൻ എന്താണ്? തൻസീല, ഇറക്കപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അസീസുർ റഹീം, അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് കരുണയുള്ള പ്രതാപശാലിയായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇറക്കപ്പെട്ടതായ ഗ്രന്ഥം, അതാണ് ഖുർആൻ. ഇനി എന്തിനാണ് ഖുർആൻ അവതരിച്ചത്? ഈ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ മനുഷ്യരിലേക്ക് എത്തിച്ചത് എന്തിനാണ്? അതിൻ്റെ കാരണം പറഞ്ഞ അടുത്ത ആയത്തിൽ, ലിതുൻദിറ, പ്രവാചകരെ താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ലിതുൻദിറ, താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, താക്കീത് നൽകാൻ വേണ്ടി. ഖൗമൻ,
ഒരു ജനവിഭാഗത്തിന്, ഒരു സമൂഹത്തിന് താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ്, താക്കീത് നൽകപ്പെട്ടിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധവാന്മാരായിരിക്കുന്നു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. സമയമായോ? 8:05 നിർത്താം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഖുർആൻ അവതരിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാർ അവർക്ക് എന്തില്ല, താക്കീത് നൽകപ്പെട്ടിട്ടില്ല. അഥവാ ഫിത്രത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പ്രവാചകന്മാരൊന്നും വരാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ശേഷം അറബികൾ പിന്നെ റസൂലായിട്ട് വരുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയിൽ പ്രവാചകന്മാരുണ്ടായിട്ടില്ല. ആ ഒരു കാലഘട്ടത്തെയാണത് സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ആരായിരുന്നു അറബികൾ, എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യം നിലനിന്നിരുന്നത്. ഈസാ നബി അലൈഹി സ്വലാം അറബികളിലേക്കല്ല, പ്രവാചകന്മാരുണ്ട്, പക്ഷെ അറബികളിലേക്കല്ല. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നബിയായിട്ട് വരുന്നതിൻ്റെ മുമ്പുള്ള അറബികൾ, ആ ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചാലേ ഈ ആയത്ത് നമുക്ക് ബോധ്യപ്പെടും. ഇൻഷാ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു സംഭവം മുതൽ മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസങ്ങളും അവരുടെ കാര്യങ്ങളും ചർച്ച ചെയ്യണം. എന്നാലേ ഈ ആയത്തിൻ്റെ പൊരുൾ നമുക്ക് തിരിയുള്ളൂ. ഇൻഷാ നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ആഴ്ച പറയാം. എന്ത് രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും അതെന്ത് ചെയ്യുക, ക്ലാസ്സിൻ്റെ അവസാനം തീർക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സൂചിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 ആയത്തുകൾ പഠിച്ചു. ആ 5 ആയത്തിൽ നമുക്ക് എന്താ കിട്ടിയത്, സിറാത്തുൽ മുസ്തഖീം, വിജയിക്കാനുള്ള ഏക മാർഗം സിറാത്തുൽ മുസ്തഖീമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സമാധാനിപ്പിക്കണം, താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ സഹാബാക്കളും സിറാത്തുൽ മുസ്തഖീമിലാണ്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം അന്വേഷിക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി എല്ലാ ഫാത്തിഹയിലും അള്ളാഹുവിനോട് ചോദിക്കുന്ന ആൾക്കാർ എവിടത്തേക്ക് മടങ്ങണം, പ്രിയമുള്ളവർ, സഹാബാക്കളിലേക്ക് മടങ്ങണം. നമ്മുടെ ദീൻ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ കിട്ടണമെങ്കിൽ സഹാബാക്കളിലേക്ക് മടങ്ങണം. അവിടെയാണ് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം ഉള്ളത്. അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് നമുക്ക് ഇന്ന് ഈ 5 ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.